സീതാലക്ഷ്മി. താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അയ്യോ, അതൊന്നും എനിക്ക് കാണണ്ട. അല്പം കൂടി കഴിഞ്ഞാൽ വല്യച്ഛൻ വരും. ഐ മീൻ ദ മാനേജിംഗ് ഡയറക്ടർ. എങ്കിൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അയ്യോ, എന്തിന്? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാലോ. സീത മാരീഡ് ആണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. വെരി ഗുഡ്. ഞാൻ പ്രേംമോഹൻ, മാനേജറാ. പിന്നെ ഞാനും തോട്ടത്തിൽ ഫാമിലിയാ. അതെ, വല്യച്ഛനെ പോലെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഐ എം വെരി ലിബറൽ. പ്രത്യേകിച്ച് സീതയെ പോലുള്ള സുന്ദരികളോട്. പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, റിയലി യു ആർ വെരി ബ്യൂട്ടിഫുൾ. സർ, MD എത്തി. വല്യച്ഛൻ വന്നിട്ടുണ്ട്. സീത പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. വേണ്ട വേണ്ട, അതിവിടെ വേണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? ഒരാൾ ഗുഡ് മോർണിംഗ് പറയാൻ എടുക്കുന്ന സമയം 5 സെക്കൻഡ്. എന്റെ മുഴുവൻ തൊഴിലാളികളും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതിന്റെ നഷ്ടം ആർക്കാ? മുതലാളിയായി എനിക്ക്. സോ ഹിയർ നോ ഗുഡ് മോർണിംഗ്, നോ ഗുഡ് ആഫ്റ്റർനൂൺ, നോ ഗുഡ് ഈവനിങ്, നോ ഗുഡ് നൈറ്റ്. അണ്ടർസ്റ്റാൻഡ്? ബഹുമാനം മനസ്സിൽ മാത്രം മതി. ഇത് പണിക്കരെ. ഓ, തെക്കിന്ന് വെളിച്ചം. കയറി ഇരുന്നോളൂ. കുട്ടി ഇരിക്കൂ. എന്താ നക്ഷത്രം? അശ്വതി. പണിക്കരെ, ഞാൻ നോക്കിയതാ മുതലാളി. 10-ൽ രാഹു, 8-ൽ കേതു, 11-ൽ ശുക്രൻ. കമ്പനിയുമായി നല്ല പൊരുത്തം. ആഹാ, നല്ല സമയമാണ്. ജോയിൻ ചെയ്തോളൂ. അതാണ് സീറ്റ്. എടാ പ്രേമ, നീ ഒന്ന് ഇവിടം വരുവാ. പിന്നെ ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്പർ 1, കൃത്യസമയത്ത് ഓഫീസിലെത്തണം. നമ്പർ 2, വർക്കിംഗ് അവേഴ്സിൽ മറ്റ് സ്റ്റാഫുകളുമായി പരദൂഷണം പറയുകയോ പൈങ്കിളി വാരികൾ വായിക്കുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യാൻ പാടില്ല. നമ്പർ 3, ചെറുപ്പക്കാരുമായി സ്ത്രീകൾ ഒട്ടും ഇടപഴകാൻ പാടില്ല. നമ്പർ 4, ചിട്ടി, കുറി, കടം മേടിക്കൽ, പലിശയ്ക്ക് കൊടുക്കൽ എന്നിവ കമ്പനിക്കുള്ളിൽ പാടില്ല. പിന്നെ നമ്പർ 5, ചതിവ്, വഞ്ചന ഇവയ്ക്കൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കുന്നതല്ല. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി സർ. എന്താ വല്യച്ഛ? ഇത് കമ്പനിയുടെ പുതിയ സ്റ്റെനോകം ടൈപ്പിസ്റ്റ് ആണ് സീതാലക്ഷ്മി. നീ നമ്മുടെ ഓഫീസിന്റെ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. വരൂ. ഡാ, ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിച്ചാ മതി. പോയിക്കോളൂ. പോടാ. അല്ല മുതലാളി, ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് അവസാനം പറഞ്ഞത് വേണ്ടായിരുന്നു. എടോ, മനസ്സിൽ തോന്നുന്നത് പറയും, പറയുന്ന പ്രവർത്തിക്കും. അതാണ് ശങ്കരവാര്യർ. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. തനിക്ക് ഉണ്ട മനസ്സിലായി. അബുദാബി നമ്പറിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓഫീസും ഇല്ല. സീത ഇങ്ങനെ കാത്തിരിക്കണ്ട, അവൻ വിളിക്കും, വിളിക്കാതിരിക്കില്ല. ഇന്ന് 4:30 എന്തായാലും ഇവിടെ വിളിക്കാമെന്ന് എനിക്ക് പ്രോമിസ് തന്നതാ. അങ്ങനെ പല പ്രോമിസും അവൻ എനിക്കും തരാറുള്ളതാ. ഇപ്പൊ 4:30 കഴിഞ്ഞല്ലോ. സീത ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. പല വിവരവും വന്നാൽ ഞാൻ അറിയിക്കാം. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടല്ല, ഗൾഫിലെ കാര്യമല്ലേ. ദൂരെ വർക്ക് സൈറ്റിലോ മറ്റോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. ബോംബെന്ന് വിളിച്ചില്ലല്ലോ. ഇത്രയൊന്നും വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ അവനായിരിക്കും. ഹലോ, ഗാഗോ ട്രാവൽസ്. ഗായത്രിയോ? ഗായത്രി ടിമ്പേഴ്സ് അല്ലേ? പറയൂ. ആ കാലമാടൻ എപ്പോ വന്നു? പിന്നെ എന്താ? കസ്റ്റമറിന്റെ പേര് കാലമാടൻ അല്ലേ? ഓക്കെ, ടിക്കറ്റ് റെഡിയാക്കാം. പറയൂ പറയൂ പറയൂ. ഇപ്പൊ എവിടെ കാണും? അമ്പലം. ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അലവലാതി ഇപ്പൊ എവിടുന്ന ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ചത്ത് തുറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. സേലത്തായിരുന്നു അത്രേ. പഴയ ആളൊന്നുമല്ല. കൂളിംഗ് ഗ്ലാസും പച്ച പാന്റും ചുവപ്പ് ബനിയനും മാരുതിക്കാറും എന്ന് വേണ്ട അച്ഛന്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കാൻ. 3 കൊല്ലം കൊണ്ട് ഇവൻ ഇതെങ്ങനെ ഒപ്പിച്ചു? വല്ലവനെയും കൊന്നു കാണും. എന്നാലും നിന്റെ തന്തയ്ക്ക് നാണമല്ലേ? അന്ന് നിന്നെ കെട്ടണമെന്ന് പറഞ്ഞതിന് എവന്റെ ചെകിട്ടത്തൊരെണ്ണം പൊട്ടിച്ചല്ലേ? എത്ര പെട്ടെന്നാണ് ആള് മാറുന്നത്. അന്ന് ഫൽഗുണൻ ചേട്ടന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലല്ലോ. ഫൽഗുനൻ ചോട്ടനോ? അത് വേണ്ട. തമാശയ്ക്ക് പോലും നീ മറ്റൊരാളെ ചേട്ടൻ എന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിന്നോടവൻ വല്ലതും സംസാരിച്ചോ? എനിക്കൊരു സ്വർണ്ണ ചെയിൻ തന്നു. നീ അത് വാങ്ങിച്ചോ? അച്ഛൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. നീ അത് വാങ്ങിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. വാങ്ങിക്കാതെ പിന്നെ? അപ്പൊ അച്ഛൻ പറഞ്ഞ നീ ആ നാറിയെ കെട്ടുകയും ചെയ്യോ? ഇതൊരു വഴിയാണ്. വഴി എന്നെ കൊണ്ടത്.
ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ട്രാവൽ ഏജൻസി തുടങ്ങിയപ്പോ തൊട്ട് നിന്റെ തന്ത സിഐഡി പണി തുടങ്ങിയതാ. ഒരു ദിവസം എനിക്ക് എത്ര വരുമാനമുണ്ട്, എന്തൊക്കെ ചെലവുകളുണ്ട്, അന്തസ്സുള്ള തന്തമാര് ചെറുക്കന്റെ വരുമാനം മാത്രമല്ല നോക്കേണ്ടത്. ഞാൻ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ നീ പൊക്കോ. ഹൈ. വടക്കും മാമ വടക്കും. ഫൽഗുണൻ എത്തിയോ? കാര്യമായിട്ടാണല്ലോ വരവ്. സേലത്തായിരുന്നെങ്കിൽ 10-25,000 രൂപ കിട്ടേണ്ട സാധനമായിരുന്നു. ഇവിടെ ഇപ്പോൾ 45,000 ആയിക്കോട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്ര വേണമെന്ന് ചെലവാക്കുക എന്നത് എന്റെ ഒരു ഹോബി ആയിപ്പോയി മാമ. എന്താ ഫൽഗുണ ഇതൊക്കെ? അമ്മായിക്കൊരു സാരി, പിന്നെ ഗായത്രിക്ക് ഒരു പാവാട പെറ്റിക്കോട്ട്, പിന്നെ നീ ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയാൽ ചെലവാക്കാൻ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമില്ലേ മാമ? പിന്നെ മാമന് ഞാൻ അസൽ ഗൂഗിൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണാമലൈ പടത്തിൽ രജനികാന്ത് കോട്ടമാതിരി ഒരു കണ്ണട്ടെ. വേണ്ട, അത് നിനക്ക് തന്നെയാ ശരിയാ. പിന്നെ മാമ ആകെ ലാഭത്തിൽ കിട്ടിയത് ഈ VCR ആണ്. JVC മേഡ് ഇൻ ജപ്പാൻ. ഒന്നും വേണ്ട മോനെ, ആദ്യം നീ വീട് പണിയൊക്കെ തുടങ്ങ. നിനക്കും വേണ്ടേ ഒരു കല്യാണമൊക്കെ? അതിനുള്ള പണമൊക്കെ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് മാമ. നീ എന്താ നോക്കി നിക്കണത്? അവന് ചായ കൊണ്ടുപോയി കൊടുക്ക. നിനക്കിപ്പോ ഫോറിൻ സാധനങ്ങളുടെ കച്ചവടമാണോ ഫൽഗു? എനിക്ക് കുറച്ച് ഫോറിൻ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ വേണമായിരുന്നു. നിന്റെ ഉണ്ടാവോ? കാശ് ഞാൻ തരാം. ഞാനേ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ചത്തുപോയില്ലേ? നീ ഒറ്റത്തടിയല്ലേ? ഇതൊക്കെ ഇവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മാവന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നു. സ്നേഹമുള്ളവരങ്ങനെയാ, പറയാതെ എന്നെ കൊണ്ടുവരും. അതിന് ഇവന്റെ കയ്യിൽ എവിടുന്നാണ് മാമ കാശി? ഇവന്റെ ഗാഗോ ട്രാവൽസ് നഷ്ടത്തിലാണ്. ഞാൻ വന്ന അന്ന് തന്നെ മനസ്സിലാക്കി. അത് ഞാൻ ഇൻകം ടാക്സ് വെട്ടിക്കാൻ കണക്കിൽ നഷ്ടം കാണിക്കുന്നല്ലേ. അമ്മായി ഗായത്രി എവിടെ? ഗായത്രി എന്തിനാ ഇപ്പൊ അവളെ? അല്ല, ഈ പാഠ്യവിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവൾ എന്റെ അടുത്ത് ചോദിച്ചാണ് ക്ലിയർ ചെയ്യാറുള്ളത്. അങ്ങനെ വല്ല ഗോവിന്ദൻകുട്ടി, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ എന്റെ മരുമകനാണെന്നുള്ളതൊക്കെ ശരി, പക്ഷേ നിന്റെ ഈ അതിരി കടന്ന പെരുമാറ്റം ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. തുറന്ന് പറയാമല്ലോ, ഗായത്രി പ്രായം തികഞ്ഞ പെണ്ണ. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇത് പറയിക്കരുത്. അമ്മാവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓരോ അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ പലതും പഠിപ്പിക്കുന്നത്. ചായ വല്ലതും വേണമെങ്കിൽ വാങ്ങി കഴിച്ചിട്ട് വയ്ക്കോ. അയ്യോ, പാല് തീർന്നു പോയല്ലോ. വേണ്ട അമ്മായി, തൽക്കാലത്തിന് നന്ദി. അമ്മേ, ചേച്ചി വന്നു. മോളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മൂന്ന വിളിച്ചോ മോളെ? ഒരാളും എവിടെയും വിളിച്ചില്ലമ്മേ. ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസില് പലതവണ ചെന്ന് നോക്കി. എനിക്കാകെ എന്തൊരു ചെറുക്കനാ ഇവൻ. സ്വപ്നയ്ക്കാണെങ്കിൽ ഉച്ച മുതലൊരു നെഞ്ചുവേദന, ഒരു സ്വസ്ഥതയില്ലാണ്ടായി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയില്ലേ? നീ വന്നിട്ട് നാളെ പോകാമെന്ന് കരുതി. എങ്ങനെയുണ്ട് മോളെ? ഒന്നുമില്ല ചേച്ചി, അമ്മ വെറുതെ ബേജാറാവുന്നതാ. വെറുതെയോ? നമുക്ക് വേണേ ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാമേ. വേണ്ട മോളെ, ഇനി നാളെ മതി. നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്, ഞാൻ ചായ എടുക്കാം. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ എന്നെ മറന്നുപോയ മൂന്നേട്ട. വേണ്ടായിരുന്നു, എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.